ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരാൾ ഭരിക്കാൻ തയ്യാറാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അയാൾ തന്നെയായിരിക്കും പിന്നും ഇവിടെ വരേണ്ടതെന്ന് തന്നെയാണ് എല്ലാ ജനങ്ങളും വിശ്വസിക്കുന്നത്. ഇങ്ങോട്ട് എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും അങ്ങോട്ട് എന്നുള്ള രീതിയിലേക്ക് ആൾക്കാരുടെ മൈൻഡ് സെറ്റ് ഒക്കെ കുറേയൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇപ്പോൾ വിജയ് ഇവിടെ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് നടക്കുന്നു എന്നുണ്ടെങ്കിൽ ശരിക്കും ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും. പണ്ടാണെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള മക്കളെ പുറത്ത് കളിക്കാൻ വിടാനും ഒക്കെ പറ്റും. ഇപ്പൊ അത് പറ്റത്തില്ല. ഇപ്പൊ പേടിയാണ്. പേടി കാരണം പിള്ളേരെ വീട്ടിലിരുത്തുമ്പോൾ പിള്ളേർ ഫോൺ അഡിക്റ്റ് ആകുമ്പോൾ പിന്നെ പിള്ളേർ വേറെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും. ഫോൺ മാറ്റി വെക്കാൻ പറ്റത്തില്ല എന്ന് അവർ ചോദിക്കും. പിന്നെ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു പിന്നെ അവരുടെ ക്യാരക്ടർ തന്നെ മാറും. അപ്പോൾ പുറത്ത് വിടാനും പറ്റത്തില്ല, വീട്ടിലിരുത്താനും പറ്റത്തില്ല. ഇൻ കേസ് പുറത്ത് വിട്ട് കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് അവരുടെ കൂടെ നടക്കാനും പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഫ്രീ ലൈഫിൽ നിന്ന് ഒരു ഒതുങ്ങിയ ചിന്താഗതിയായിട്ട് ഒരുപാട് സീക്രട്സ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഒരു സ്ഥലത്ത് ഒതുങ്ങി ജീവിക്കേണ്ട ഒരു അവസ്ഥയിലോട്ട് കുഞ്ഞു പിള്ളേരുടെ അവസ്ഥ മാറിയിരിക്കുകയാണ്. ഇതിൻ്റെ ഒക്കെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നിയമം ഇവിടെ സ്ട്രോങ് അല്ലാത്തത് കൊണ്ടായിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ പറഞ്ഞത് ഒരു റീസൺ, ഇതേപോലെ 100 കാര്യങ്ങൾ നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇത് വരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു.